ഇന്ത്യ US വ്യാപാര കരാറിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. മധ്യപ്രദേശ് ജവഹർ ചൌക്കിൽ നിന്നും ഏറ്റവും കൂടുതൽ സോയാബീൻ കൃഷി ചെയ്യുന്ന കർഷകർ ഏറ്റവും കൂടുതലുള്ള സ്ഥലത്ത് നിന്നാണ് ഇത്തരത്തിലേക്ക് ഒരു കർഷക പ്രക്ഷോഭം അത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആയിരക്കണക്കിന് കർഷകരെ അണിനിരത്തിക്കൊണ്ടൊരു വലിയ പ്രതിരോധമാണ് ഇപ്പോൾ കോൺഗ്രസ് തീർത്തുകൊണ്ടിരിക്കുന്നത്. ഈ വേദിയിൽ നമുക്ക് കാണാം രാഹുൽ ഗാന്ധിയുണ്ട്, മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആയിരക്കണക്കിന് കർഷകർ രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നിരവധിയായിട്ടുള്ള ആളുകൾ ഈ വേദിയിലേക്ക് ഒഴുകിയെത്തുന്നതും കണ്ടു. ഇന്ത്യ US വ്യാപാര കരാർ പൂർണ്ണമായിട്ടും കർഷക വിരുദ്ധമാണ്. കർഷകരെ കൊന്ന് കൊലവിളിക്കുന്ന സമീപനമാണ് ഈ ഇന്ത്യ US വ്യാപാര കരാർ യാഥാർത്ഥ്യമായതിലൂടെ മോദി സ്വീകരിച്ചതെന്ന് അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഇത്തരത്തിലേക്ക് വലിയ ഒരു പ്രതിഷേധം അതിന്റെ തുടക്കം ഇപ്പോൾ മധ്യപ്രദേശിലെ ഈ മൈതാനത്ത് നിന്നും ആരംഭിച്ചിരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഈ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ പിന്നെ അവിടെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും സംസാരിക്കുന്ന വേദി, അതിന് പിന്നാലെ ഇത്തരത്തിലേക്ക് നിരവധിയായിട്ടുള്ള സ്ത്രീകൾ പുരുഷന്മാർ ഏതാണ്ട് 1:30 ആരംഭിക്കേണ്ട പരിപാടി ഏതാണ്ട് ആരംഭിച്ചത് 3:30 കൂടിയാണ്. ആ സമയത്തും ദാഹവും ഭക്ഷണവും എല്ലാം മറന്നുകൊണ്ട് അവർ ഇവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിലേക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സാഹചര്യമാണ് കണ്ടത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. കാരണം ഇന്ത്യ US വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കിയൊപ്പം തന്നെ തീരുവ ഏർപ്പെടുത്തി 13% തീരുവ ഏർപ്പെടുത്തിയതിലൂടെ വലിയ പ്രശ്നങ്ങളാണ് സോയാബീൻ, പരുത്തി ഉൾപ്പെടെയുള്ള വിളകൾ കൃഷി ചെയ്യുന്ന കർഷകർക്കുണ്ടാകുന്നതെന്ന് അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലേക്ക് ഒരു പ്രതിഷേധമായി കലപ്പ നൽകിയാണ് സ്വീകരിച്ചത്. മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചുള്ള പ്രസംഗമാണിന്ന് നടത്തിയതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോദി ട്രംപിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ്. അധികാരം ഉപയോഗിച്ച് കർഷകരെ പൂർണ്ണമായിട്ടും ദ്രോഹിച്ചിരിക്കുകയാണ്. അത്രമാത്രം എപ്സ്റ്റീൻ ഫയലുകളെ പേടിച്ചുകൊണ്ട് ഹർദീപ് സിംഗ് പുരിയും അദാനിയും മോദിയും ഉൾപ്പെടെയുള്ളവരുടെ പ്രധാനപ്പെട്ട പേരുകൾ എപ്സ്റ്റീൻ ഫയലുകൾ പരാമർശത്തിന് പിന്നാലെ ട്രംപിന് മുന്നിൽ കീഴടങ്ങിയ മോദിയാണ് കണ്ടത്. അത് മോദി കീഴടങ്ങിയതിലൂടെ പ്രശ്നമുണ്ടായത് കർഷകർക്കാണെന്ന് ആഞ്ഞടിച്ച പ്രതികരണമാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഈ കർഷക പഞ്ചായത്ത് നടത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർഷക ചൌപ്പാൽ എന്ന ഈ പ്രക്ഷോഭം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ രാജസ്ഥാനിലും ഹിമാചൽ പ്രദേശിലും തുടരുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കർഷക പഞ്ചായത്ത് വേദിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, ഇൻ റിപ്പോർട്ടർ.